നമ്മളെല്ലാവരും ശാരീരികമായ അകലം സൂക്ഷിക്കുമ്പോൾ പോലും മാനസികമായ അടുപ്പം കുറെ കൂടി കൂട്ടുവാൻ ഈ ഒരു ഇടവേള നമുക്ക് സഹായകമായി എന്ന് വേണം കരുതാൻ. ഏതായാലും നേരത്തെ സുഹാദ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആസിയയുടെ വേർപാട് ഇതിനടുക്ക് നമുക്കുണ്ടായി. വളരെയധികം വേദനയോട് കൂടിയാണ് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ അവരെ ഓർത്തെടുക്കുന്നത്. എനിക്ക് പ്രത്യേകമായി ഓർക്കാനുള്ളത്, ഷബന എന്നോട് പറഞ്ഞു ആസിക്ക് +2 പഠിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് പഞ്ചായത്ത് പോകുമ്പോൾ അവൾക്കുള്ള പുസ്തകങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം പഞ്ചായത്ത് പോയപ്പോൾ അവിടുത്തെ നമ്മുടെ പ്രേരകുണ്ട്, ഈ തുടർ വിദ്യാ കേന്ദ്രം നടത്തുന്ന, അവരെടുത്ത് ചെന്നിട്ട് ആസിക്കുള്ള പുസ്തകങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു. ആ ബുക്കുകളെല്ലാം പഞ്ചായത്ത് ശേഖരിച്ചു. നമ്മുടെ മെമ്പർ കൂടെ വണ്ടിയിൽ കൊണ്ടുവന്നു ഷബനിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഞാൻ അപ്പോൾ അവിടുന്ന് എടുത്തപ്പോൾ ഞാൻ വിളിച്ചു, ഷബനോട് ചോദിച്ചു ബുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഷബന പറഞ്ഞു അവൾ വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് വരണം എന്ന് പറഞ്ഞു. അത് കൊടുത്ത് ഏൽപ്പിച്ച് പിറ്റേ ദിവസമാണ് ഈ മരണ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ആ സമയത്ത് ആ പുസ്തകക്കെട്ടുകൾ ഷബനൻ്റെ മേശപ്പുറത്ത് അങ്ങനെ അവൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് വെച്ച പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ സങ്കടം തോന്നി. ഏതായാലും നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിത എത്രയും നേരത്തെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി എന്ന് സമാധാനിക്കാം. ഏതായാലും നമ്മൾ ഇനി അത് നാളെ അനുസ്മരണ പരിപാടിയുണ്ട്, ആ സമയത്ത് കൂടുതൽ അത് സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മുടെ കുറേ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒത്തുകൂടി ചേരുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഇന്നും നാളെയും നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. നമുക്ക് ഔപചാരികതകളില്ലാത്ത ഒരു പരിപാടിയാണ് നമ്മളുടെ ശലഭം പ്രോഗ്രാം. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ കൂടുന്ന എല്ലാവരും ഒരേപോലെ ഇതിൽ പങ്കാളിത്തമുണ്ട്. എല്ലാവരും അതിലൊരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളൊന്നുമില്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശസ്തരായ ആളുകൾ, ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും തുല്യ പ്രാധാന്യത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഫീസാക്കയാണ്. നമ്മുടെ വാർഡ് മെമ്പർ സജീന സിദ്ദീഖ്, ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരികളായിട്ടുള്ള ബാപ്പു, അസീസ്, ഷീജത്ത, അതേപോലെ ബാലം മാസ്റ്റർ, അൻവർക്ക, എൻ്റെ സഹോദര തുല്യരായിട്ടുള്ള സമർക്ക, പിന്നെ പ്രിയപ്പെട്ട സഫാരിയൻ, എൻ്റെ സ്നേഹനിധികളായ ശലഭങ്ങളുടെ കൂട്ടുകാരുടെ, എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ശരിക്കും ഒത്തുകൂടിയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഇതേപോലെ ഒത്തുകൂടിയിട്ട് ഒരു വർഷമാവും. ഫെബ്രുവരിയിൽ ആ ഒരു പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ ആഘോഷപൂർവ്വമായിട്ട് നമ്മൾ ഒത്തുകൂടിയത്. പിന്നെ നമ്മൾ ഒത്തുകൂടുന്നത് KK പൂക്കോയ തങ്ങൾ പുരസ്കാരം എനിക്ക് കിട്ടിയ ആ ഒരു ഇതിലായിരുന്നു, ഡിസംബറിൽ. അന്ന് വളരെ കുറച്ച് പേര് മാത്രമേ ഒത്തുകൂടാൻ പറ്റിയിട്ടുള്ളൂ. കാരണം കൊറോണ അത്രയും തലക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ വെച്ചിട്ടാണ് നമുക്ക് അന്ന് കൂടാൻ പറ്റിയത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ ഒരു സുന്ദര നിമിഷത്തിൽ. ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും വളരെയധികം സങ്കടമുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമിതിക്കും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആസിയ, അവളെ ആലോചിക്കുമ്പോൾ നമുക്കിടയിൽ ഇരിക്കുന്ന കുട്ടിയാണ്, അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെന്നുള്ളത് സങ്കടം തന്നെയാണ്. അത്രയും നമ്മളെക്കാൾ അധികം, ഒരു പക്ഷേ എന്നേക്കാളൊക്കെ നമ്മളെക്കാൾ അധികം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും അത്രയധികം ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആസിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവളുടെ ഒരു വേർപാട് വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നത് അവളുടെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ നമ്മുടെ ഈ പരിപാടിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ വിളിക്കും എന്നോ എൻ്റെ നമ്പർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഉദ്ഘാടന പരിപാടിയാണിത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലേക്ക് എന്നെ ക്ഷണിച്ച ഷബനയ്ക്കും ഷബനയുടെ കുടുംബത്തിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വേറെ ഏതൊരു പരിപാടിയേക്കാളും മനസ്സിന് സന്തോഷമേകുന്നൊരു പരിപാടിയാണ്. പിന്നെ ഷബന എന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന കാലം മുതൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഫാമിലിയാണ് ഷബനയും ഷബനയുടെ വീട്ടുകാരും. അപ്പം ഇന്നിപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് കാണാൻ സാധിച്ചു ഇവരെ ഒരു സന്തോഷം. ഒരു വർഷത്തിന് ശേഷമുള്ള കൂടിച്ചേരലാണ്. അപ്പം
വളരെയധികം സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു കുടുംബം തന്നെ. അത്രക്ക് സന്തോഷത്തോടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിച്ച് ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കാൻ പോവുകയാണ്. എന്നിട്ട് നാളെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ 24 മണിക്കൂർ ഇവരെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇതിനൊക്കെ ഒരു കാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഷബന തന്നെയാണ്. പിന്നെ ഇതിപ്പം വേറെ പല സ്ഥലത്തും ഇങ്ങനത്തെ ആളുകളൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടുകയായിരിക്കും. അപ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. പിന്നെ ഇങ്ങനെ ഒത്തുകൂടാനും നിങ്ങൾ ഉള്ളിൽ ഒതുങ്ങാതെ പുറംലോകമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ശരിക്കും നല്ല എൻജോയ് ചെയ്ത് കഴിയാണ്. പിന്നെ ഈ സഫാരി ടീമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൂറും അങ്ങനെ പല ഇതും സംഘടിപ്പിച്ചിട്ട് ഇവരെ ശരിക്കും എല്ലാവിധ പിന്തുണയും ഇവർക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എനിക്കും ഇപ്പം നാളെ ഫുൾ ടൈം ഇവിടെ നിങ്ങളെ കൂടെ നിൽക്കണം എന്നുണ്ട്. നാളെ പിന്നെ ഒരുപാട് കല്യാണവും പരിപാടികളുമായിട്ട് ഉണ്ട്. എന്നാലും കഴിയുന്ന സമയം ഞാൻ നാളെയും പങ്കെടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. മെമ്പറും ബാലമാഷും പറഞ്ഞതുപോലെ ഞങ്ങളൊരു കുടുംബം തന്നെയാണ്. ഈ 10 മാസം നമ്മൾ ഒരു ഗ്രൂപ്പില്ലോണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പിടിച്ചു നിന്നത്. ഈ ഇവിടെ കാണുന്ന ഞങ്ങളെ ശലഭങ്ങൾക്ക് ശാരീരികമായി പല പ്രയാസങ്ങളും അവരനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഷബിന മോള് മാനസികമായ ഒരു സന്തോഷത്തിന് ഒരു കാരണക്കാർ തന്നെയാണ്, വലിയ കാരണക്കാരാണ്. അവരെല്ലാ ശാരീരിക പ്രയാസങ്ങളും മറന്നുകൊണ്ട് ഇവിടെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കും അതിൽ സന്തോഷം തന്നെയുള്ളൂ. ഇവിടെ സഫാരി എന്ന് വന്ന എല്ലാ ചങ്കുകളും എന്തെങ്കിലും ഇവിടെ കോഴി ബിരിയാണിയും ഇതും കിട്ടുമെന്ന് വിചാരിച്ച് വരുന്നതല്ല. ഞങ്ങളെ ശലഭങ്ങളെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലൈലി ഞാനും ഒക്കെ കുടുംബത്തിന് കുട്ടികളൊക്കെ ഇട്ട് ഇന്ന് രാത്രി ഇവിടെ ഇവരോടൊപ്പം എന്നും ഒന്ന് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു പൂതി എല്ലാവരും. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കഥ പറഞ്ഞ് പാട്ട് പാടി നിൽക്കുകയാണ്. ഞങ്ങളൊരു കുടുംബം തന്നെയാണ്. നമ്മൾ പിന്നെ ദൈവത്തിൻ്റെയും ആചാരങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലേണ്ടവരല്ല. ഏത് ജാതിയായാലും മതമായാലും കൂടെ ചേർത്ത് പിടിച്ച് എല്ലാ പ്രയാസങ്ങളിലും നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദൈവികാരാധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ ആശക്കുട്ടിൻ്റെ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട. അവൾ ഇവിടെ ഉള്ള കാലത്ത് നമ്മളെ ഷബിനമോളെ കൂടെ നല്ലോണം സന്തോഷിച്ചിട്ട് തന്നെയാണ് അവൾ ജീവിച്ചത്. അവൾ ഏത് രോഗം പ്രയാസപ്പെടുത്തിയാലും ഇവിടെ വരുന്ന സമയത്ത് അവൾ നല്ല സന്തോഷവതി തന്നെയായിരുന്നു. പിന്നെ ഇതിനേക്കാൾ സുന്ദരമായൊരു ലോകത്ത് നമ്മളെക്കാൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തോട് പോയിന് നമ്മളാരും വിഷമിക്കേണ്ടതില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഇവിടെ ഒരുമിച്ച് കൂടാനായതിൽ സർവശക്തനെ സ്തുതിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ സ്നേഹാശംസകളും അറിയിക്കുന്നു. നിറവും സുഗന്ധവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. നിറവും സുഗന്ധവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴകളാണ്.
ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴകളാണ്. അമ്മയും സംഗതി കൊണ്ടു ദോഷവും
ചായകുടി ചായക്കൊപ്പം വീടിവളി തുപ്പാക്കി കാലും മണീരാണേ തുപ്പാക്കി കോഴിക്കോട് അഷ്റഫ് മോനെ ചായകുടി ചായക്കൊപ്പം വീടിവളി തുപ്പാക്കി കാലും മണീരാണേ തുപ്പാക്കി കോഴിക്കോട് പേപ്പറടി നല്ല ടീമാണ് ഇവിടെ പറഞ്ഞില്ല തൊണ്ണൂറ് കഴിഞ്ഞൊരു വെള്ളിമ്മ തൊണ്ണൊന്ന് കാട്ടി പിരിച്ചാല് 900 കൊട്ടുകൾ ഇത് കൊള്ളപടായി പറഞ്ഞതല്ല അഷ്റഫ് മോനെ ചായകുടി ചായക്കൊപ്പം വീടിവളി ഉമ്മാക്ക് കാലും നീരാണേ പേപ്പറടി കയ്യടിക്കണം മോനെ ചായകുടി ചായക്കൊപ്പം വീടിവളി ഉമ്മാക്ക് കാലും പനീരാണ് ഉപ്പാക്കി കോഴിക്കോട് പേപ്പറടി
കാറ്റിൽ മറിയുമ്പോൾ കാണുന്നു നിൻ മൊഞ്ച് പൊന്നെ, കാണുന്നു നിൻ മൊഞ്ച് പൊന്നെ. കൽവിൽ വാ തേരിൽ വാ സ്നേഹത്തിൻ മോളിൽ വാ ഓർമ്മ കൽവിൽ വാ നെഞ്ചിൽ വാ സ്നേഹത്തിൻ തേരിൽ വാ മേഘത്തെരിഞ്ഞാലകൾക്ക് നിറമുണ്ട്, തമ്പിളി പാടിയ രാവിൽ മേഘത്തെരിഞ്ഞാലകൾക്ക് നിറമുണ്ട്. ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്, കായലിൽ മഴമൊഴുകും പൂങ്കാറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ മൂർത്തി വർദ്ധിച്ചിരിക്കുന്ന സാധ്യത, രണ്ടാം സമ്മാനം സാധ്യത താത്ത. സമ്മാനങ്ങൾ അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയുണ്ട്. ഉമ്മ കഞ്ഞി വാങ്ങാൻ വേണ്ടി പുറത്തൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആയപ്പോൾ തന്നെ എനിക്കൊരു സംശയമായി, എന്താണൊക്കെ നടക്കാൻ വയ്യാത്ത കുട്ടിയാണോ തോന്നിപ്പോയി. ഏതായിരുന്നാലും ഞാൻ ആശയമായിട്ട് അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചപ്പോൾ ഉമ്മ വന്ന്, അപ്പോൾ ഞാൻ സബിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ് സബിന താത്തനെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പം ഞാൻ പിറ്റേന്ന് ഞാൻ അവർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8 ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ ഞാൻ പോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എളുപ്പ വഴി ഉണ്ട്, ആ വഴിയിൽ വന്നാൽ നമ്മളെ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ സബിന താത്തനെ കണ്ടിട്ട് ഞങ്ങൾ പോകുള്ളൂ. പറഞ്ഞ മാതിരി തന്നെ ആസിൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ വന്ന് സബിനെ കണ്ടതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് പോയത്. അതിനുശേഷം ആസിയ മരിക്കുന്നവരെ അവൾ എന്നെ ഉപ്പ എന്നല്ലാതെ ഈ ട്രസ്റ്റിലുള്ള കുട്ടികളെല്ലാവരും എന്നെ ഉപ്പ എന്നാണ് വിളിക്കുന്നത്. അവളും അങ്ങനെ തന്നെയാണ്. അവൾ മരിക്കുന്നതിൻ്റെ ഒരു 8 ദിവസം മുമ്പ് ഞാനും സബിനെയും ഉമ്മയുടെയും അവളെ വീട്ടിൽ ചെന്നപ്പോൾ അതിൻ്റെ തലേ ദിവസം പ്രിയപ്പെട്ട എൻ്റെ മോള് അവരമ്മ ഞങ്ങളോട് പറഞ്ഞ് ആര് വന്നിട്ടും അവൾ ആരെയും അറിഞ്ഞിട്ടില്ല, ബോധമില്ലാതെ കിടക്കണം. പക്ഷെ ഞങ്ങൾ ചെന്ന ആ സമയത്ത് ഹേ ഉപ്പ എന്ന് പറഞ്ഞിട്ട് അവള് ചിരിക്കുന്നതാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. അപ്പൊ തന്നെ അവളമ്മ പറഞ്ഞു, ഇവര് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവളൊന്ന് കണ്ണു തുറന്ന് പറയാൻ വേണ്ടി.
പക്ഷേ ആസിയുടെ വിയോഗം നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചു. സത്യത്തിൽ ആസ്യ പോയി അവളെ മനസ്സിൽ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ സ്ഥാപനം ഈ സംഘടനയും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ട മോളുടെ മനസ്സുകൾ ഓർമ്മകൾ ഈ ട്രസ്റ്റിന്റെയും ഇതിന്റെ പ്രവർത്തകരും മനസ്സിലുണ്ടാകുന്നുണ്ട്. സർവശക്തനായ അല്ലാഹു ദൈവം മോൾക്ക് അവൾ ചെയ്ത എല്ലാ ദോഷങ്ങളും പൊറുക്കട്ടെ. അതുപോലെ തന്നെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിരുന്ന് ഇങ്ങനെ ഒരു ടൈമിനെ കൂടി ഒരു ദിവസം ഇവിടെ നിന്ന് പിറ്റൊരു ദിവസം നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകുവാൻ വേണ്ടിയില്ല. സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് അതിന് നമുക്ക് കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ഒരു പരിപാടിയിലും ഞാൻ സംസാരിക്കാറില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങളെപ്പോലുള്ള നമ്മുടെ മോള് ഇവിടെ ഇല്ലാത്തതിൽ അവളെ കുറിച്ച് 2 വാക്കുകൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രം ഈ മൈക്ക് വാങ്ങിയതാണ്. ഏതായിരുന്നാലും ഈ ചടങ്ങിന് നമ്മുടെ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എപ്പോഴും എനിക്ക് ആസിയന്റെ ഉമ്മനോടും ഫാമിലിയോടും പറയാനുള്ളത്, നിങ്ങളെ മോള് നേരത്തെ പോയെങ്കിലും അവളെ പോലുള്ള കുട്ടികൾ ഇതൊക്കെ നിങ്ങളെ കുട്ടികളാണ്. ഇത്തരം പരിപാടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങളും കൂടി ഞങ്ങളെ കൂടെ ഉണ്ടാവണം. ഒരിക്കലും നിങ്ങളെ ശരി ഒരുപക്ഷെ ഒരു പൊതുപരിപാടിയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ ഹൃദയം നിറഞ്ഞ് പങ്കെടുക്കുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിട്ട് ഗഫൂറാജി വന്നതിന് ശേഷം ഹൃദയം നിറഞ്ഞ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ആളുകളുടെ എണ്ണത്തിലല്ല, ഈ ചടങ്ങിൻ്റെ അത് ഉൾക്കൊള്ളുന്ന ആ എണ്ണത്തിനേക്കാൾ വലിയ ഒരു മെസ്സേജ് ഉണ്ട്, ആ എണ്ണത്തിനേക്കാൾ വലിയൊരു വണ്ണമുണ്ട് ഇതിന്. അത് നോക്കിയിട്ടാണ് ഇതിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തേണ്ടത്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് ആളുകൾ, വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന പല ആളുകൾക്ക് നിറയെ അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചലിക്കുവാനുള്ള, അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരു കാരണക്കാരിയായി എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഇടയിൽ ഒരു നേതൃപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് ഷബന നിർവഹിക്കുന്നത് എന്ന് ഈ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്, ഇതിനു മുന്നേ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം, അതിനോടനുബന്ധമായിട്ടുള്ളൊരു ഈ ഒരു കെട്ടിടമൊക്കെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഒക്കെ ഇച്ഛാശക്തി കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ കിട്ടാവുന്നിടത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു സംവിധാനത്തിന് സഹായിക്കണമെന്ന് പറയുകയും 2 MP-മാർ, ഒന്ന് നേരത്തെ PJ കുര്യൻ എന്ന് പറയുന്ന രാജ്യസഭ MP-യുടെ ഫണ്ടിൽ നിന്ന് ഒരു വീതം നമുക്ക് നൽകിക്കൊണ്ടാണ്